ഹലോ, അസ്സാം വലൈക്കും. ഇന്നത്തേത് ഒരു ഡ്യൂട്ടി ഉള്ള ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതാ മോർണിംഗ് എണീറ്റാൽ തന്നെ ഈ ഒരു കാഴ്ചയാണ് കാണുക. അപ്പോൾ ബെഡൊക്കെ സെറ്റ് ചെയ്ത് നമ്മളിത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പ്രിപ്പറേഷനിലാണ്. നമ്മൾ കൂടെ വർക്ക് ചെയ്യണവരാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല ദോശയും സാമ്പാറൊക്കെയാണ്. ഇന്നാണെങ്കിൽ ഇതാ ചെറിയൊരു മഴയൊക്കെ ഉള്ള ദിവസമാണ് കേട്ടോ, നല്ലൊരു ക്ലൈമറ്റാണ്. അപ്പോൾ ഇതാ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. ഞാൻ കുറച്ച് പാൽപ്പൊടി വെച്ച് കുറച്ച് ചായ ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ ലഞ്ച് പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്ന ചേട്ടാ നമ്മളതിൻ്റെ കുക്ക് ചെയ്യലാണ്. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും ഉള്ളതൊക്കെ പാക്ക് ചെയ്ത് നമ്മളിതാ ഡ്രസ്സൊക്കെ ചെയ്ത് ഓഫീസിലെത്തിയിട്ടുണ്ട്. 9 മണിക്കാണ് കേട്ടോ നമ്മൾ ഡ്യൂട്ടി തുടങ്ങുക. അതിനിതാ നമ്മൾ നേരെ ഡ്യൂട്ടിക്ക് ഇരിക്കുകയാണ്. ഓഫീസ് ഫോണൊക്കെ ഓൺ ചെയ്ത് നമ്മളിതാ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ഒരു 11-11:30 ഒക്കെ ആകുമ്പോൾ നമ്മൾ ചെറിയൊരു ടീ ബ്രേക്ക് എടുക്കുക. നമ്മൾ തന്നെ ടീ ഉണ്ടാക്കണം കേട്ടോ അവിടെ. അങ്ങനെ അതാ നമ്മൾ ചെറിയൊരു ടീ ബ്രേക്ക് ഒക്കെ എടുത്ത് കുറച്ച് നേരം സംസാരിച്ച് ഇങ്ങനെ നിൽക്കണം കേട്ടോ. ഇനി നമ്മുടെ ലാബും ഫെസിലിറ്റീസിലുള്ള വർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഇതാ ഡ്യൂട്ടി ഓൾമോസ്റ്റ് കഴിയാറായിട്ടോ, 5:30 ആവാനായിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ലാപ്പൊക്കെ ഷട്ട് ഡൗൺ ചെയ്തിട്ട് നേരെ റൂമിൽ പോവുകയാണ്. അങ്ങനെ ഇതാ നമ്മൾ റൂമിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ ചായ ഉണ്ടാക്കി കുടിക്കൂട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വരുന്ന വഴിക്ക് ഓരോ കട്ട്ലേറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ചില ദിവസങ്ങളിലൊക്കെ നമ്മളിങ്ങനെ കട്ട്ലേറ്റോ സ്നാക്സൊക്കെ മേടിച്ച് കഴിക്കൂട്ടോ. അങ്ങനെ ചായയും സ്നാക്സൊക്കെ കഴിച്ചാൽ നേരെ കുക്കിങ്ങിന് നിൽക്കണം. കാരണം നമ്മൾ ഒരുവിധം എല്ലാ ദിവസത്തേക്കും ഉള്ളത്, അതായത് അടുത്ത ദിവസം ഉച്ചയ്ക്കുള്ളതൊക്കെ രാത്രി തന്നെ ഫുഡ് ഉണ്ടാക്കി വെക്കുകയാണ് ചെയ്യാട്ടോ. ഇതാണ് നമ്മുടെ സ്റ്റോറേജ് ഏരിയ വരുന്നത് കേട്ടോ. ഈ ഒരു നമ്മുടെ കുക്ക് ചെയ്യാനുള്ള ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ, അതുപോലെ തന്നെ നമുക്ക് ഫ്രിഡ്ജും ഫെസിലിറ്റീസൊക്കെ ഇവിടെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഒരുവിധ സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് അടുത്ത ദിവസം യൂസ് ചെയ്യലാണ്. ഇത് നാളേക്കുള്ള സാമ്പാറാണ് കേട്ടോ. അങ്ങനെ ഇതാ അടുത്ത ദിവസത്തേക്കുള്ളത് നമ്മൾ ഇന്ന് തന്നെ ഉണ്ടാക്കി വെക്കുകയാണ്. നാളെ നമ്മൾ കോളിഫ്ലവർ ആണ് കേട്ടോ കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കുകയാണ്. ഇന്ന് രാത്രി നമ്മൾ പുറത്തുനിന്ന് കഴിക്കാമെന്ന് കരുതി. അതുകൊണ്ട് തന്നെ രാത്രിക്കുള്ള ഫുഡ് ഉണ്ടാക്കാനില്ല കേട്ടോ. നമ്മളിതാ നേരെ മേലേക്ക് ഡ്രസ്സ് എടുക്കാൻ പോകുന്നുണ്ട്. നമ്മൾ അലക്കിയിട്ട ഡ്രസ്സൊക്കെ മേലെയാണ് ഇടുക. അപ്പോൾ അതൊക്കെ എടുത്ത് വരാമെന്ന് കരുതിയിട്ട് നമ്മൾ മേലെ പോയി ഡ്രസ്സൊക്കെ എടുത്ത് വന്നിട്ട് നമ്മൾ ഇന്ന് ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി ഇന്ന് ജസ്റ്റ് ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് ജസ്റ്റ് ഇവിടെ അടുത്ത് തന്നെ കാക്കഞ്ചേരിയിൽ തന്നെ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് പോകാമെന്ന് കരുതിയിട്ടുണ്ട് കേട്ടോ. ഇന്നാണെങ്കിൽ നല്ല മഴയൊക്കെ ഉള്ള ഒരു ദിവസം തന്നെയാണ്. അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് കഴിഞ്ഞ് നമ്മൾ റൂമിലെത്തി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ പുറത്ത് പോവുകയാണ്. കാക്കഞ്ചേരിയിൽ അങ്ങനെ ഒരുപാട് നല്ല ഫുഡ് സ്പോട്ടുകളൊന്നുമില്ല. അപ്പോൾ ഉള്ളത് കൊണ്ട് നമ്മൾ തൃപ്തിപ്പെടാനുള്ളത് പോലെ നമ്മളിവിടെ അടുത്തുള്ള കുറച്ച് കഫേയിലൊക്കെ പോയിട്ട് ബർഗറും അതുപോലെ ലോഡഡ് ഫ്രൈസും ഫ്രൈഡ് ചിക്കനും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ആദ്യം കഴിച്ചിട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇനി കാണിക്കാൻ പോകുന്നത്. അത് കഴിച്ചിട്ട് നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് നല്ലൊരു മാക്രോണും വീണ്ടും ഒരു ലോഡഡ് ഫ്രൈസ് കൂടി കഴിച്ചിട്ട് ഇന്നത്തെ നമ്മുടെ ഡിന്നർ ഇവിടെ തീർത്തിട്ടോ. ഇത് കഴിഞ്ഞിതാ നമ്മൾ നേരെ റൂമിൽ പോവാണ്.